ഉദ്ദേശിക്കുന്നത് പള്ളി ദറസുകളിൽ നിന്നും എനിക്ക് വ്യക്തമായ ചില സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാണ്. ഒന്നാമതായി പള്ളി ദറസിൽ എത്തിയ സമയത്ത് മുതൽ ഞാൻ ആദ്യം തൊട്ട് കേട്ടിരുന്ന ഒരു സംഭവമുണ്ട്. മുജാഹിദുകൾ അഥവാ വഹാബികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഭൂമിയിലുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളോട് വെറുപ്പാണ്, കറാമത്തുകളെ നിഷേധിക്കുന്നവരാണ്, ഔലിയാക്കളെ തരം താഴ്ത്തുന്നവരാണ്. അതിനാൽ പ്രമുഖരായ പല മുജാഹിദ് നേതാക്കന്മാരും സൂഉൽ ഖാത്തിമത്തിനെ നേരിട്ടവരാണ് എന്ന് പറഞ്ഞാൽ മോശമായ രീതിയിൽ മരിച്ചു പോകുന്ന അവസ്ഥ നേരിട്ടവരാണ്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു, ഞാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു സംഭവം, ഒറിജിനലുകൾക്ക് വേണ്ടി പടപൊരുന്ന കേരളത്തിലെ ഏക പ്രസ്ഥാനം അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് എന്ന് എനിക്ക് വ്യക്തമായി. ഡ്യൂപ്ലിക്കേറ്റുകൾക്കെതിരിൽ സമൂഹത്തിൽ കച്ചവട മനസ്ഥിതിയോടുകൂടി പ്രവർത്തിച്ചു വരുന്ന, സാമ്പത്തിക ദുർലാക്ക് ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾക്കെതിരിൽ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആഹ്വാനമനുസരിച്ച് പടപൊരുതുന്ന ഏക പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം അത് കേരള നദ്വത്തുൽ മുജാഹിദീനും അതിന്റെ പ്രവർത്തകരും മാത്രമാണ് എന്ന് ജീവിതത്തിൽ എന്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് വ്യക്തമായി. കാരണം ഞാൻ അൽ ഇസ്ലാഹ് മാസികയിലെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇടക്കാലത്ത് ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് പള്ളി ദറസിൽ ഓതുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പെരിന്തൽമണ്ണ സ്വദേശിയായ അബ്ദുൽ ഖാദർ എന്ന ഒരു പെരുങ്കള്ളൻ ഔലിയ ചമഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിലെത്തി ഒരു മാവിന്റെ ചുവട്ടിൽ ഏറെക്കാലം കഴിച്ചുകൂട്ടി. ഇയാൾ ഔലിയാണെന്നും മുറബിയായ ഷെയ്ഖാണെന്നും ക്രമേണ പ്രചരിപ്പിക്കപ്പെട്ടു. ഇയാളെ കാണുന്നതിന് വേണ്ടി സമൂഹത്തിലെ IAS-കാരും IPS-കാരും എറണാകുളം ജില്ലയിലും മറ്റും താമസിക്കുന്ന പ്രമുഖ സിനിമാ നടീനടന്മാരും അവരുടെ കുടുംബങ്ങളും ഒക്കെ എത്തി. അങ്ങനെ എത്തിയവരിൽ നിന്നെല്ലാം ഇയാൾ വിസ കൊടുക്കാന്ന് പറഞ്ഞ് കാശ് പിരിച്ചു. വണ്ടിക്കച്ചവടത്തിന്റെ പേരിൽ കാശ് പിരിച്ചു, പല ഉന്നത ബിസിനസ്സുകളുടെ പേരിലും കാശ് പിരിച്ചു. പക്ഷേ എന്തുകൊണ്ടോ സുഹൃത്തുക്കളെ, ഇന്നും എന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം, ആ നാട്ടിലെ ഒരു സാധുവായ മുജാഹിദ് പ്രവർത്തകൻ മാത്രമാണ് ഇയാൾ കള്ളനാണ്, ശൈത്താന്റെ ഔലിയാണ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെതിരിൽ ശബ്ദമുയർത്തിയത് ആ നാട്ടിലെ ഒരു മുജാഹിദ് പ്രവർത്തകൻ, ഒരു പലചരക്ക് വ്യാപാരി മാത്രമായിരുന്നു. ഒരു പലചരക്ക് വ്യാപാരിയായ സാധുവായ ഒരു മുജാഹിദ് പ്രവർത്തകൻ മാത്രമാണ് ആ നാട്ടുകാരോട് തുറന്നു പറഞ്ഞത് ഇയാൾ കള്ളനാണ്, വലിയ താമസമില്ലാതെ ഇയാൾ നിങ്ങളെ വെട്ടിച്ചിട്ട് പോകുന്നു. എന്തുകൊണ്ടോ പിശാചിന്റെ വലയിൽ അകപ്പെട്ട് ഞാനും ഈ ഔലിയായും എഴുന്നള്ളിച്ച് കുറച്ചു നാൾ നടന്നു. ഈ സമയത്തെല്ലാം ഈ മനുഷ്യൻ, ഈ പലചരക്ക് വ്യാപാരിയായ മുജാഹിദ് പ്രവർത്തകൻ രാത്രിയിൽ ഏകദേശം 9-9:30 മണിയോടടുക്കുമ്പോൾ കടയും അടച്ചിട്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വരാറുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് നോക്കിക്കൊണ്ട് ഞങ്ങൾ പരിഹസിക്കുമായിരുന്നു. ഞാൻ അയാൾക്ക് മുന്നിലൂടെ ഇങ്ങനെ പരിഹസിച്ച് കൊഞ്ഞണം കുത്തിക്കൊണ്ട് കുറുകെ മറുകെ ഓടാർ പതിവുണ്ടായിരുന്നു. ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ അബ്ദുൽ ഖാദർ കള്ളനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു, ഇദ്ദേഹം വലിയാണ്, ഔലിയാണ്. അങ്ങനെ ഇയാൾ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആ നാട്ടുകാരെ ഒന്നടങ്കം ഇയാളുടെ പാക്കറ്റിലാക്കി. ഈ ഔലിയായിക്കെതിരിൽ ആദ്യമായി അവിടെ പ്രചരണം നടത്തിയത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഇന്ന് അവിടെ ഏകദേശം 2-3 മുജാഹിദ് പള്ളികളുണ്ട്. അവിടുത്തെ ചെറുപ്പക്കാരായ ചില യുവാക്കൾ ഒന്നടങ്കം അന്ന് അവിടെ 4 മണി സമയത്ത് ഒരു കവല പ്രസംഗം സംഘടിപ്പിച്ചു. വടുതല സ്വദേശിയായ മുഹിദ്ദീൻ മദനിയായിരുന്നു അന്ന് അവിടെ പ്രഭാഷണം നടത്തി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാനും പോയി നിന്ന് ആ പ്രസംഗം കേട്ടതാണ്. അന്ന് ഈ മുജാഹിദ് പണ്ഡിതൻ അവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ കടക്കാരും വൈദ്യുതി കണക്ഷൻ പോലും നൽകി സഹകരിക്കാൻ ആ നാട്ടുകാരും തയ്യാറായില്ല സുഹൃത്തുക്കളെ. കാരണം എന്താ? ഇയാൾ പ്രസംഗിക്കുന്നത് ഈ ഔലിയായിക്കെതിരിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഹിന്ദു മതസ്ഥനായ ഒരു സഹോദരൻ തന്റെ പെട്ടിക്കടയിൽ നിന്നും വൈദ്യുതി നൽകി MM മദനി അന്ന് അവിടെ പ്രസംഗിച്ചു. ഔലിയാക്കളെയും അള്ളാഹുവിന്റെ ഔലിയാക്കളെയും കറാമത്തിനെയും സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോൾ ഈ പെരിന്തൽമണ്ണ സ്വദേശിയായ അബ്ദുൽ ഖാദർ മസ്താൻ കപ്പലണ്ടിയും കുറിച്ചുകൊണ്ട് റോഡിന്റെ എതിർ സൈഡിൽ നിൽക്കുകയായിരുന്നു. അന്നും മുജാഹിദ് പ്രസ്ഥാനക്കാർ അവിടെ ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു, ഇയാൾ കള്ളനാണ്, നിങ്ങളെ വെട്ടിച്ചുകൊണ്ടുപോകും. കാലം ഏറെ ചെന്നില്ല, സത്യാവസ്ഥ വെളിച്ചത്തായി. കവി പറഞ്ഞതുപോലെ തന്നെ, സതുബ്ദീലകൽ അയ്യാമു മാ കുന്ത ജാഹില, നീ പറഞ്ഞത് കള്ളമായിരുന്നില്ല എന്ന് കാലം നിനക്ക് പിന്നാലെ തെളിയിക്കുമെന്ന കവി വചനം അവിടെ യാഥാർത്ഥ്യമായി പുലരുകയായിരുന്നു.
വിസയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിച്ച അബ്ദുൽ ഖാദർ മസ്താൻ ലോക്കപ്പിന് അകത്തായി. ലക്ഷങ്ങൾ തട്ടിച്ചു. അതിനിടയിൽ ഔലിയ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്ന് വിവാഹം കഴിച്ചു, ഒരു കുട്ടിയും ജനിച്ചു. സാധുവായ ഒരു പെണ്ണിന്റെ ജീവിതവും തകർന്നു. എന്റെ ഉസ്താദിനെ തിരക്കി പോലീസുകാർ പള്ളിയിലെത്തി. കാരണം ഉസ്താദിനോടും പലരെന്ന അഭിപ്രായം ചോദിച്ചപ്പോൾ നമ്മൾ തൽക്കാലം ഒന്നും പറയണ്ട, ഔലിയ ആയിരിക്കാം. ഉസ്താദ് വെട്ടിച്ചിട്ടല്ല, അത് സത്യം എനിക്കറിയാം. നമ്മൾ തൽക്കാലം ഒന്നും പറയണ്ട, ഔലിയ ആയിരിക്കാം. ഔലിയ അല്ലെന്നല്ല പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഉസ്താദിനെ തിരക്കിയെത്തി. അങ്ങനെ അഭിഭാഷകനോടൊപ്പം ഉസ്താദും പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസുകാർ തിരിച്ചും മറിച്ചും ഇടതും വലതുമെല്ലാം പല ചോദ്യങ്ങൾ ചോദിച്ചു. അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ തടി സലാമത്തായി. സുഹൃത്തുക്കളെ, വ്യാജനായ സിദ്ധത്തിന്റെ പേരിൽ, മന്ത്രത്തിന്റെ പേരിൽ, വിലായത്തിന്റെ പേരിൽ സമൂഹത്തിനെ ചൂഷണം ചെയ്യുന്നതിനെതിരിൽ, സാമ്പത്തിക ദുർലാക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാക്കറ്റടിക്കുന്നതിനെതിരിൽ ആ നാട്ടിൽ ശബ്ദമുയർത്തിയ ഏക സംഘടന മുജാഹിദ് പ്രസ്ഥാനം മാത്രമായിരുന്നു എന്നത് എന്റെ ഹൃദയത്തെ